ഇറാന്റെ സൈനിക ശേഷി മുഴുവൻ തകർത്തെന്ന് വീമ്പിളക്കിയ ശേഷവും അവരുടെ പ്രത്യാക്രമണം ശക്തമായതോടെ ട്രംപിന്റെ സർവ്വ നിയന്ത്രണവും കൈവിട്ടുപോയിരിക്കുകയാണ്. ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും മുച്ചൂടും നശിപ്പിക്കുമെന്ന ഭീഷണിയുമായി ട്രൂത്ത് സോഷ്യലിൽ എഴുതിയ കുറിപ്പിലെ കേട്ടാലറയ്ക്കുന്ന തെറിവിളി യുദ്ധത്തിൽ അമേരിക്ക അടിതെറ്റിയെന്നതിന്റെ തെളിവാണ്. 48 മണിക്കൂറിനകം ഹോർമൂസ് തുറന്ന് ഒത്തുതീർപ്പിന് തയ്യാറായില്ലെങ്കിൽ ഇറാൻ നരകമാക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കു ശേഷം യുഎസിന്റെ 2 വിമാനങ്ങൾ കൂടി തകർത്താണ് ഇറാൻ തിരിച്ചടി നൽകിയത്. റഡാറുകൾക്ക് പിടികൊടുക്കാത്ത രക്ഷാപ്രവർത്തനം നടത്തുന്ന 2 C-130 ഹെർക്കുലീസ് സൈനിക വിമാനങ്ങളും 2 ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററുകളുമാണ് തകർന്നു വീണത്. ഇവ സ്വയം നശിപ്പിച്ചതാണെന്ന് അമേരിക്ക അവകാശപ്പെടുമ്പോൾ വെടിവെച്ചിട്ടതാണെന്ന് ഇറാൻ പറയുന്നു. എന്തായാലും ഇറാന്റെ ശക്തമായ തിരിച്ചടി ട്രംപിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഗൾഫ് മേഖലയിൽ അമേരിക്കയും ഇസ്രായേലും പ്രകോപനം തുടർന്നാൽ ലോകത്തെ പ്രധാന സമുദ്ര വ്യാപാര പാതകൾ തടസ്സപ്പെടുത്തുമെന്ന് കനത്ത മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ഹോർമൂസ് കടലിടുക്കിന് പുറമെ തന്ത്രപ്രധാനമായ മറ്റ് സമുദ്രപാതകളും ലക്ഷ്യം വെക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ചെങ്കടലിൽ ഹൂതി നിയന്ത്രണത്തിലുള്ള ബാബുൽ മൻദബ് കപ്പൽ പാതയും അടച്ചിടുന്ന സാഹചര്യം ഉണ്ടാക്കരുതെന്ന് മുജ്തബ ഖാംനെയുടെ മുതിർന്ന ഉപദേഷ്ടകൻ അലി അക്ബർ വിലായതി വ്യക്തമാക്കി. ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഏദനെയും ബന്ധിപ്പിക്കുന്ന ബാബുൽ മൻദബ് കടലിടുക്കിന് ഹോർമുസിനോളം തന്നെ പ്രാധാന്യമുണ്ട്. യമൻ തീരത്തോട് ചേർന്നുള്ള ഈ പ്രദേശം ആഗോള എണ്ണ വ്യാപാരത്തിന്റെ നിർണായക പാതയാണ്. ഇറാൻ അനുകൂലികളായ യമനിലെ ഹൂതി വിമതർ ഈ മേഖലയിൽ ആക്രമണം നടത്താൻ തയ്യാറാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. രാജ്യാന്തര എണ്ണ വ്യാപാരത്തിന്റെ 15% കടന്നു പോകുന്ന പാതയാണ് ബാബുൽ മൻദബ്. സൂയസ് കനാലിനും ഏദൻ ഉൾക്കടലിനും ഇന്ത്യൻ മഹാസമുദ്രത്തിനും ഇടയിലായാണ് ബാബുൽ മൻദബ് സ്ഥിതി ചെയ്യുന്നത്. യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിലെ വ്യാപാരത്തിന്റെ അടിസ്ഥാന പാതയാണിത്. ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ ചെക്ക് പോയിന്റുകളിൽ ഒന്നാണ് ബാബുൽ മൻദബ്. ഇത് അടച്ചുപൂട്ടുന്നതോടെ ഊർജ്ജ വിതരണം മാത്രമല്ല ഉപഭോക്തൃ അവശ്യ വസ്തുക്കളുടെ ആഗോള വ്യാപാരത്തെയും ബാധിക്കും. ഗുഡ് ഹോപ്പ് മുനമ്പിന് ചുറ്റുമായി കപ്പലുകൾ വഴിതിരിച്ചു വിടേണ്ടി വരും. ഇത് ആയിരക്കണക്കിന് മൈൽ ദൂരമാണ് വർദ്ധിപ്പിക്കുന്നത്. ഗതാഗത സമയവും ചെലവും കൂടുന്നത് ആഗോള തലത്തിൽ വിലവർധനയ്ക്ക് കാരണമാകും. ഊർജ്ജ ചെലവ് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. പ്രകൃതിവാതക വിലയിലും മാറ്റം ദൃശ്യമാകും. എണ്ണ ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് സാമ്പത്തികമായി ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആഘാതങ്ങളിൽ ഒന്ന് പണപ്പെരുപ്പമാണ്. ഇതിനകം തന്നെ ഇന്ത്യൻ കറൻസിയുടെ മൂല്യത്തിൽ വ്യതിയാനങ്ങൾ വന്നിട്ടുണ്ട്. ഹോർമുസ് അടച്ചിട്ട ഇറാന്റെ പ്രതികാര നടപടി ആഗോള തലത്തിലാണ് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ബാബുൽ മൻദബ് അടച്ചിടുന്നത് വൻ പ്രതിഷേധങ്ങൾക്കും അമേരിക്കയുടെ ഭാഗത്തു നിന്നുമുള്ള ശക്തമായ സൈനിക നടപടികൾക്കും വഴിയൊരുക്കുമെന്നത് നിശ്ചയമാണ്. കടൽ ആര് ഭരിക്കുന്നുവോ അവർ ലോകത്തെയും ഭരിക്കും. സമുദ്രവിജ്ഞാനീയ സൈദ്ധാന്തികൻ ആൽഫ്രഡ് മാഹന്റെ വാക്കുകൾ ഇന്ന് ഏറെ പ്രസക്തമാവുകയാണ്. ഇറാൻ ഹോർമുസ് അടച്ചതോടെ പ്രതിസന്ധിയിലായ ആരോഗ്യ, വ്യാവസായിക, വാണിജ്യ, ഭക്ഷ്യമേഖലയോ നിലനിൽക്കുന്ന എണ്ണ പ്രതിസന്ധിയോ ഒന്നും തന്നെ മാറിയിട്ടില്ല. മാത്രമല്ല ദിനംപ്രതി രൂക്ഷമാകുന്നുമുണ്ട്. അമേരിക്കക്കും ഇസ്രയേലിനും പറ്റുന്ന ഒരു ചെറിയ പിഴവ് പോലും ആഗോള ഇന്ധന വിതരണത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും സാരമായി ബാധിക്കുമെന്നും ഇറാൻ അറിയിച്ചു. ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നേരത്തെ ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾ ആഗോള കപ്പൽ ഗതാഗതത്തെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. പുതിയ സാഹചര്യത്തിൽ ബാബുൽ മൻദബ് കൂടി തടസ്സപ്പെട്ടാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയാകും.